ഇനിയിപ്പം ഹിന്ദുവിൻ്റെ ദൈവത്തെന്നോ മുസ്ലിമിൻ്റെ ദൈവത്തെന്നോ ക്രിസ്ത്യാനിയുടെ ദൈവത്തെന്നുള്ള അഭിസംബോധന ഇല്ല. മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കുക എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹലാലാണെന്നുള്ളതാണ് അടിസ്ഥാനം. നിഷിദ്ധാണെന്നുള്ളതിനാണ് എന്ത് വേണ്ടത്? തെളിവ് വേണ്ടത്. അസ്ലിയായ ഹുക്കും എന്താ? ഇപ്പോൾ ഒരാൾക്ക് ആപ്പിൾ കഴിക്കാൻ എന്താ തെളിവ്? ആപ്പിൾ കഴിക്കാൻ തെളിവ് വേണ്ട. അല്ലെങ്കിൽ മുന്തിരി കഴിക്കാൻ എന്താ തെളിവ്? അങ്ങനെ ചോദിക്കൂല. നേരെ മറിച്ചിട്ട് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിക്കരുത് എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിക്കുക. കാരണം അടിസ്ഥാനപരമായി എല്ലാം കഴിക്കുക. ഒരു സംഗതി കഴിക്കരുത് എന്ന് പറയുകയാണെങ്കിലാണ് എന്ത് വേണ്ടത്? തെളിവ് വേണ്ടത്. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, നമ്മൾ സൂറത്തു ഗാഫിറിലാണ് ഉള്ളത്. സൂറത്ത് ഗാഫിറിലെ 65-ാമത്തെ ആയത്ത് വരെ നമ്മൾ കഴിഞ്ഞ ദർസിൽ പഠിച്ചു. അതിൽ ആരെയാണ് ആരാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ സുവ്യക്തമായി ലളിതമായി മനുഷ്യർക്ക് പറഞ്ഞു തരുന്ന ഭാഗമാണ് സൂറത്ത് ഗാഫിറിലെ 61 മുതൽ 65 വരെയുള്ള ഭാഗം. അത്രയും ലളിതമായി, അതായത് നമുക്കൊരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം ജസ്റ്റ് ആ ഭാഗം ഒന്ന് പെട്ടെന്ന് പറയാം. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി വന്നഹാറ മുബ്സിറ. എന്താ അങ്ങനെ പറഞ്ഞാൽ? അല്ലാഹുല്ലദീ, അല്ലാഹു ആകുന്നു, ജഅല ലക്കുമുൽ ലൈല, രാത്രിയെ ആക്കി തന്നവൻ. എങ്ങനെ? ലിതസ്കുനൂ ഫീഹി, അതിൽ വിശ്രമിക്കുവാൻ, അല്ലേ? അപ്പോൾ രാത്രി മനുഷ്യന് വിശ്രമിക്കുവാൻ, അവന് വസിക്കുവാൻ ഉതകുന്ന വിധം രാവിനെ രൂപപ്പെടുത്തി. വന്നഹാറ മുബ്സിറ, പകലിനെ കാഴ്ചയുള്ള രൂപത്തിലും സംവിധാനിച്ചു. അവന് കാണാനും ജോലി ചെയ്യാനൊക്കെ ഉള്ള രൂപത്തിൽ സംവിധാനിച്ചു. ഇന്നല്ലാഹ ലദു ഫദ്ലിൻ അലന്നാസ്, അല്ലാഹു മനുഷ്യരോട് അങ്ങേയറ്റം ഔദാര്യമുള്ളവനാകുന്നു, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയവനാകുന്നു. വലാകിന്ന അക്സറന്നാസി ലാ യഷ്കുറൂൻ, പക്ഷേ ആളുകളിൽ അധികം ആളുകളും നന്ദി കാണിക്കുന്നില്ല. അവനോട്, പ്രപഞ്ച സൃഷ്ടാവിനോട് നന്ദി കാണിക്കുന്നില്ല. ആളുകൾ പലരെയും ആരാധിക്കണം. ഈ നന്ദികേട് കാണിക്കുന്ന ഒന്ന്, പ്രപഞ്ച സൃഷ്ടാവിനെ തന്നെ അംഗീകരിക്കാത്ത മനുഷ്യന്മാർ. അതേപോലെ തന്നെ സൃഷ്ടാവിന് പുറമെ മറ്റുള്ളവരെ പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന മനുഷ്യന്മാർ. അത് പറയാണ്, ആരാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ രക്ഷിതാവ്? ദാലികുമുല്ലാഹു റബ്ബുക്കും, അതായത് ആരെയാണ് ആരാധിക്കേണ്ടത് എന്നതിനെ ലളിതമായി പറയാം. ദാലികുമുല്ലാഹു റബ്ബുക്കും, എന്നിട്ട് എന്താ പറഞ്ഞത്? ഖാലിഖു കുല്ലി ഷൈ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ. അപ്പം അവനാകുന്നു നിങ്ങളുടെ റബ്ബ്. ദാലികുമുല്ലാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ഷൈ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവനെയാണ് എന്ത് ചെയ്യേണ്ടത്? മനുഷ്യൻ ആരാധിക്കേണ്ടത്. അപ്പോൾ അവൻ്റെ വസ്ഫ്, വിശേഷണം, ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ ആരോ അവനാണ് ദൈവം. അവനല്ലാതെ ആരാധനക്കർഹനായി ആരും തന്നെയില്ല. അപ്പോൾ ഇതാണ് ഏകദൈവ വിശ്വാസം. ദാലികുമുല്ലാഹു റബ്ബുക്കും ഖാലിഖു കുല്ലി ഷൈഇൻ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി ആരും തന്നെയില്ല. ഫഅന്നാ തുഫകൂൻ, എന്നിട്ടും നിങ്ങൾ എങ്ങനെയാണ് വഴിതെറ്റി പോകുന്നത്, വഴികേടിലായി പോകുന്നത്? അപ്പോൾ ഇത്ര ലളിതമായി നിങ്ങളെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, എല്ലാത്തിനെയും സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അത്ര ലളിതമായി മനസ്സിലാക്കാവുന്ന കാര്യത്തിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യ നീ വഴിതെറ്റി പോകുന്നത്, അല്ലേ? അതാണ് നമ്മൾ മൃഗങ്ങളെ ആരാധിക്കുന്നവർ, ചെറിയ അതായത് മനുഷ്യൻ എന്താ പറയുക, ഒരു ആദരവും നൽകാത്ത രൂപത്തിലുള്ള മൃഗങ്ങളെപ്പോലും, ഉപദ്രവകാരികളായ മൃഗങ്ങളെപ്പോലും ആരാധിക്കുന്ന മനുഷ്യർ, എലിയെ പൂജിക്കുന്നവർ, ആരാധിക്കുന്നവർ, അതേപോലെ തന്നെ ഈ പാമ്പ് ആരാധിക്കുന്നവർ, അങ്ങനെ തുടങ്ങി ജീവികളെ ആരാധിക്കുന്ന ആളുകൾ. ഈ ജീവി അത് വല്ലതും അറിയുന്നുണ്ടോ? ജീവിയൊന്നും അറിയുന്നില്ല. അത് മനുഷ്യൻ്റെ അവസ്ഥ. മനുഷ്യൻ്റെ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള രോഗം വേറല്ല. അറിവില്ലായ്മ ഉണ്ടായ പിന്നെ മനുഷ്യൻ എന്തു ചെയ്യും? എന്നിട്ട് പറയും, കദാലിക യുഫകുല്ലദീന കാനൂ ബിആയാതില്ലാഹി യജ്ഹദൂൻ, അപ്രകാരമാണ് അല്ലാഹ്, യജ്ഹദൂൻ എന്ന് പറഞ്ഞാൽ കളവാക്കുന്നവർ, അല്ലേ? നിഷേധിക്കുന്നവർ. ജുഹൂദ്,
അത് നമ്മൾ പറഞ്ഞ ജുഹൂദും ജുഹൂദും. ഹ ആണെങ്കിൽ അർത്ഥം മോശപ്പെട്ട അർത്ഥമാണ്, ഹ ആണെങ്കിൽ നല്ല അർത്ഥമാണ്. ജഹദ ജുഹൂദ് എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കാന്ന്. എന്നാൽ ജുഹൂദ് ഹ വെച്ചിട്ടാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, നിഷേധിക്കുക. അപ്പോൾ അപ്രകാരമാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച ആളുകൾ വഴിതെറ്റിക്കപ്പെട്ടത്. എന്ന് പറയാണ് അള്ളാഹു അഥവാ നിങ്ങളുടെ സൃഷ്ടാവ്, ദൈവം, നിങ്ങൾ ആരാധിക്കേണ്ടവൻ, ആരാധനക്കർഹനായവൻ, അവൻ ആരാണ്? അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർദ ഖറാറൻ, ഭൂമിയെ നിങ്ങൾക്ക് ഒരു സുസ്ഥിര വാസയോഗ്യമായ ഇടമായി സംവിധാനിച്ചു തന്നവനാണ്. വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നവനാണ്. അപ്പോൾ ആകാശത്തെ മേൽക്കൂര എന്നൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇന്നത്തെ അറിവ് വെച്ചിട്ട് ഡീപ്പായിട്ട് പഠിക്കാൻ മാത്രം അവനുണ്ട്. കാരണം എന്താ വെച്ചാൽ മേൽക്കൂര എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തുന്ന എന്തെങ്കിലും അതിൽ നിന്ന് അവന് സുരക്ഷിതത്വം കൊടുക്കുക എന്നുള്ള. ഭൂമിക്കൊരു മേൽക്കൂരയാണെന്ത്? ഈ ആകാശം എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് പഠനങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. വസ്സമാഅ ബിനാഅൻ, അവിടെ ശരിക്കും ബിനാ എന്ന് പറഞ്ഞാൽ കെട്ടിടത്തിനും പറയട്ടെ. അതായത് അടച്ചുറപ്പുള്ള കെട്ടിടത്തിന് എന്ത് പറയും? ബിനാ എന്ന് പറയും. അപ്പോൾ അടച്ചുറപ്പുള്ളൊരു മേൽക്കൂരയാക്കിയിട്ട് എന്തിനെ സംവിധാനിച്ചു? ആകാശത്തെ. ഇനി അതിൻ്റെ പുറമെ നമ്മൾ നോക്കുകയാണെങ്കിൽ കടലിനെയും കരയെയും വായുവിനെയും സഞ്ചാരയോഗ്യമാക്കിയവൻ. നമ്മളൊക്കെ ഇതിൽ ഒന്നും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങൾ ഏറെ ചിന്തിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ്. വസവ്വറക്കും, അവൻ നിങ്ങളെ രൂപപ്പെടുത്തി. ഫഅഹ്സന സുവറക്കും, ഏറ്റവും സുവർ എന്നുള്ളത് സൂറത്ത് എന്നുള്ളതിൻ്റെ ജമാണ്. സുവർ രൂപങ്ങൾ. അപ്പം സൂറത്ത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സൂറ ആണെന്ന് പറഞ്ഞാൽ ഫോട്ടോ കാണാൻ പറയാം സൂറ. ഫഅഹ്സന സുവറക്കും, നിങ്ങളുടെ രൂപം ഏറ്റവും മികച്ചതാക്കി. വറസഖക്കും മിനത്വയ്യിബാത്തി, ഏറ്റവും നല്ലതിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഭക്ഷണവും ഒരുക്കി. അതായത് ഭൂമിയിൽ അസംഖ്യം വരുന്ന വിഭവങ്ങൾ, ചെടികൾ, ഫലങ്ങൾ, ത്വയ്യിബായതിൽ നിന്ന് മനുഷ്യന് ഭക്ഷിക്കാൻ ഏറ്റവും നല്ല വിഭവങ്ങൾ അവനിവിടെ ഒരുക്കി. മനുഷ്യൻ എല്ലാത്തിനെയും ഭക്ഷിക്കുന്നതല്ലേ. അതായത് ഈ മാംസം, അതേപോലെ തന്നെ സസ്യലതാദികൾ, അതേപോലെ തന്നെയുള്ള ധാന്യങ്ങൾ, ഇതൊക്കെ ഭക്ഷിക്കുന്നവനാണ് ആര്? മനുഷ്യൻ. ഇവിടെ ഉള്ള അവന് ചിലത് മാത്രമേ അവനോട് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. അസ്ലിയായി അടിസ്ഥാനപരമായി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഹെല്ലു എന്ന് പറഞ്ഞാൽ ഹലാലാണെന്നുള്ളതാണ് അടിസ്ഥാനം. നിഷിദ്ധാണെന്നുള്ളതിനാണ് എന്ത് വേണ്ടത്? തെളിവ് വേണ്ടത്. അസ്ലിയായ ഹുക്കം എന്താ? ഇപ്പോൾ ഒരാൾക്ക് ആപ്പിൾ കഴിക്കാൻ എന്താ തെളിവ്? ആപ്പിൾ കഴിക്കാൻ തെളിവ് വേണ്ട. അല്ലെങ്കിൽ മുന്തിരി കഴിക്കാൻ എന്താ തെളിവ്? അങ്ങനെ ചോദിക്കൂല. നേരെ മറിച്ചിട്ട് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിക്കരുത് എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ചോദിക്കുക. കാരണം അടിസ്ഥാനപരമായി എല്ലാം കഴിക്കുക. ഒരു സംഗതി കഴിക്കരുത് എന്ന് പറയുകയാണെങ്കിലാണ് എന്ത് വേണ്ടത്? തെളിവ് വേണ്ടത്. അപ്പം മനുഷ്യന് അവന് എല്ലാ നല്ലതിനെയും പടച്ചവൻ എന്ത് ചെയ്തു? അനുവദിക്കുകയും അവൻ അതിൽ ഏറ്റവും നല്ല ഉപജീവനത്തെ ഈ ഭൂമിയിൽ ഒരുക്കുകയും ചെയ്തു. അങ്ങനെ സംവിധാനിച്ചു തന്നവനാരോ അവനാണ് ദൈവം, സൃഷ്ടാവ്. അവനെയാണ് ആരാധിക്കേണ്ടത്. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്. അവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ആ സർവ്വലോക രക്ഷിതാവായ അവൻ എത്ര അനുഗ്രഹീതനാണ്, എത്ര അനുഗ്രഹീതനാണ്, എത്ര പരമോന്നതനാണ്. ഹുവൽ ഹയ്യു, അവനാകുന്നു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. മറ്റുള്ള മനുഷ്യർ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കുന്നവരൊക്കെ ഒന്നുകിൽ മരിച്ചുപോയി, അല്ലെങ്കിൽ സങ്കല്പങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് ജനനവും മരണവും കഴിഞ്ഞ ആൾക്കാരാണ്. എന്നാൽ ഹുവൽ ഹയ്യു, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് മരണമില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാകുന്നു. ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹനായി അവനല്ലാതെ ഒരാളും തന്നെയില്ല. ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അതുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കൂ. അല്ലേ, ഒരു മനുഷ്യനോട് ഇനിയിപ്പം ഹിന്ദുവിൻ്റെ ദൈവത്തെന്നോ മുസ്ലിമിൻ്റെ ദൈവത്തെന്നോ ക്രിസ്ത്യാനിയുടെ ദൈവത്തെ എന്നുള്ള അഭിസംബോധന ഇല്ല. മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കുക. അതിൻ്റെ പുറമെ അള്ളാഹു തആല പറയാൻ
ആ സൃഷ്ടിച്ച സൃഷ്ടാവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അങ്ങനെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവനെ മാത്രമായി, അവനോട് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കൂ, നേർമാർഗം ലഭിക്കാൻ വേണ്ടിയിട്ട്. അതേപോലത്തെ നേരായ മാർഗത്തിലേക്ക് തനിക്ക് മാർഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവനോട് പ്രാർത്ഥിക്കും. ഇത് ഏത് മനുഷ്യനും പ്രാർത്ഥിക്കാം. അവിടെ എന്തില്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സത്യം കണ്ടെത്താൻ പടച്ച റബ്ബേ എനിക്ക് നേരായ മാർഗം ഏത് എന്ന്, കാരണം വ്യത്യസ്തങ്ങളായ ആശയങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ മാർഗങ്ങളുണ്ട്, അതിൽ ഏതാണ് ശരിയായ മാർഗം എന്ന് കാണിച്ചു തരാൻ ഫദ്ഉഹു, നിങ്ങൾ ആത്മാർത്ഥമായി അവനോട് പ്രാർത്ഥിക്കൂ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിമിന് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ആത്മാർത്ഥമായി അവൻ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നേരായ മാർഗം കാണിച്ചു തരണം എന്ന് അവൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആര് കാണിച്ചു കൊടുക്കും? പടച്ച റബ്ബ് അവന് കാണിച്ചു കൊടുക്കും. അതാണ് വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന. നമ്മളുടെ ഈ മാർഗത്തിൽ പ്രയത്നിക്കാൻ തയ്യാറുള്ളവരാരോ അവർക്ക് നമ്മുടെ മാർഗം കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെയുള്ള സർവ്വലോക രക്ഷിതാവായ പ്രപഞ്ച സൃഷ്ടാവിനാകുന്നു എന്ത്? സർവസ്തുതിയും. അവന് മാത്രമാണ് എല്ലാ സ്തുതിയും അർഹിക്കുന്നവൻ. പക്ഷെ മനുഷ്യൻ്റെ അവസ്ഥയോ, അക്സറുന്നാസ്, ജനങ്ങളിൽ അധികം ആളുകളും സൃഷ്ടികളെ പൂജിക്കുന്നു, അവരെപ്പോലെയുള്ള മനുഷ്യരെ ആരാധിക്കുന്നു, മൃഗങ്ങളെ ആരാധിക്കുന്നു, ജന്തുക്കളെ ആരാധിക്കുന്നു, കല്ലിനെ ആരാധിക്കുന്നു, ബിംബങ്ങളെ ആരാധിക്കുന്നു. ഇനി പ്രവാചകൻ അവരാരാധിക്കുന്നതിനെ ആരാധിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവർക്ക് നൽകുന്ന മറുപടിയാണ്. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ ആരാധിക്കുന്ന ആരാധ്യൻ ആര് എന്നുള്ളത് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആരാ? നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവാരോ അവനെ നമ്മൾ എന്ത് ചെയ്യണം? ആരാധിക്കണം. ഇനി അവരോട് പറയും, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നതിന് ആരാധിക്കാത്തത്? അതാണ് ഇനി അടുത്ത ഭാഗം. കുൽ. എന്താ കുൽ എന്ന് പറഞ്ഞാൽ? പറയുക, അല്ലേ? കുൽ അമ്രാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ പറയുക. അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ പറഞ്ഞ ആവശ്യപ്പെടുന്ന ആളുകളോടൊരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടാണ്. കുൽ, അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ പറയണം, ഇന്നി നുഹീതു, എനിക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു. നുഹീതു, നഹ എന്ന് പറഞ്ഞാൽ വിലക്കി എന്നാണ്. നുഹീതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷയിൽ മബ്നി ലിൽ മജ്ഹൂൽ എന്ന് പറയും. അതായത് ആരാണ് വിലക്കിയത് എന്നത് വ്യക്തമാക്കാതെ പറയുക. എന്നോട് വിലക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു. അവിടെ അണ്ടർസ്റ്റുഡ് ആണെന്ത്? ആരാണ് വിലക്കിയത് എന്നുള്ളത്. അഥവാ പ്രപഞ്ച സൃഷ്ടാവ് എന്നോട് വിലക്കിയിരിക്കുന്നു എന്നർത്ഥം. ഖുൽ ഇന്നി നുഹീതു, അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ അവരോട് പറയുക, പ്രവാചകരെ താങ്കൾ പറയുക, ഇന്നി നുഹീതു, എനിക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു, അൻ അഅ്ബുദല്ലദീന, ആരാധിക്കുന്നതിൽ നിന്നും. ആരെ? അല്ലദീന, അവരെ. അപ്പോൾ ആരാധിക്കുന്ന ഒരുപാട് ആരാധ്യന്മാരുണ്ട്. ഇപ്പോൾ നിങ്ങളൊന്ന് ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിൽ നിന്ന് മാറി വേറെന്തിനെങ്കിലും ഒന്ന് ആരാധിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എങ്കിൽ ഏത് ആരാധ്യന? എത്രമാത്രം ആരാധ്യന്മാരുണ്ട്. ഓരോ നാട്ടിലുള്ള ആളുകൾക്കും ഓരോ പ്രതിഷ്ഠ. ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും അവർക്ക് വ്യത്യസ്തങ്ങളായ ആരാധ്യന്മാർ. ഓരോ കുടുംബങ്ങൾക്കും അവർ ആരാധിക്കുന്ന പ്രത്യേകമായ മൂർത്തികൾ. അങ്ങനെയുള്ള സസ്യങ്ങൾ മുതൽ പിന്നെ മൃഗങ്ങൾ മുതൽ എല്ലാത്തിനും മനുഷ്യനെ ആരാധിക്കുന്നത്. അവിടെയാണ് ഈ വചനം പ്രസക്തമാകുന്നത്. ഞാൻ എന്തുകൊണ്ട് ബഹുദൈവാരാധന നടത്തുന്നില്ല എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിനോട് ലളിതമായി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ. കാരണം എനിക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു അൻ അഅ്ബുദല്ലദീന തദ്ഊന മിൻ ദൂനില്ല, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ഖാലിഖു കുല്ലി ഷൈ എന്ന് പറഞ്ഞില്ലേ, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അവനാകുന്ന അള്ളാഹു, അല്ലെങ്കിൽ സൃഷ്ടാവ്, ദൈവം എന്താണ് മനസ്സിലാകുന്ന ഭാഷ, ആ മനസ്സിലാകുന്ന ഭാഷയിൽ മനസ്സിലാക്കുക. അവനാരോ, അവന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ആരാധിക്കുന്നതിൽ നിന്നും ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു. ലമ്മ ജാഅനിൽ ബയ്യിനാതു, എനിക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയപ്പോൾ, മിൻ റബ്ബി, എൻ്റെ സൃഷ്ടാവിൽ നിന്നും, വ ഉമിർത്തു, എന്നോട് കൽപ്പിക്കപ്പെടുകയും ചെയ്തു, അൻ ഉസ്ലിമ ലി റബ്ബിൽ ആലമീൻ, സമ്പൂർണമായി ആർക്ക് കീഴ്പ്പെടാൻ? റബ്ബുൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവ് എന്ന് പറയാൻ പറ്റും. ഇവിടെ എന്താ അറിയോ, മുഴുവൻ മനുഷ്യർക്ക് ഏകദേശം ഒരേ അഭിപ്രായം, സർവ്വലോക രക്ഷിതാവ് ഒരാളേ ഉള്ളൂ.
സർവ്വലോകത്തിൻ്റെയും സർവ്വ സൃഷ്ടികളുടെയും രക്ഷിതാവ് റബ്ബ്, ദൈവം, സൃഷ്ടാവ് ഏകനാണ് എന്നുള്ളതിൽ മനുഷ്യർക്ക് എന്താണ് തർക്കമില്ല. പക്ഷെ പിന്നെയാണ് എന്ത്, പക്ഷെ ആരാധനകൾ അർപ്പിക്കുന്നിടത്താണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, വഴി തെറ്റിയിട്ട് പല ആരാധ്യന്മാർക്കും ആരാധനകൾ അർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ പറയാൻ ഉമിർതു അൻ ഉസ്ലിം അലി റബ്ബിൽ ആലമീൻ, എന്നോട് കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഏകനായ ആ സൃഷ്ടാവിന് മാത്രം കീഴ്പ്പെടാൻ, അവന് മാത്രമേ ആരാധന അർപ്പിക്കാൻ പാടുള്ളൂ, അവൻ്റെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് കീഴ്പ്പെട്ടുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ജീവിക്കേണ്ടത്. ഇതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ലളിതമായ ഒരു ആശയമാണ് എന്നർത്ഥം. എന്നിട്ട് പറയണം ആരാണ് അവൻ, വീണ്ടും വ്യക്തമാക്കുകയാണ്. അങ്ങനെ ആരാധിക്കണം എന്ന് പറഞ്ഞ ആരാധനക്കർഹനായ അവനാരാ, ഹുവല്ലദീ ഖലഖകും മിൻ തുറാബിൻ, അവനാകുന്നു നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവൻ. ആലോചിക്ക്, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ളത് ഇന്ന് ഒരുപാട് പഠനം നടക്കുന്നുണ്ട്. മണ്ണിൽ അടങ്ങിയ ധാതു ലവണങ്ങളൊക്കെ ആരിലുണ്ട്, മനുഷ്യരിലുണ്ട്. മണ്ണിൽ അടങ്ങിയിട്ടുള്ള ധാതു ലവണങ്ങളൊക്കെ ഇരുമ്പായാലും സോഡിയായാലും അതിൻ്റെ മറ്റുള്ളതായാലും ഒക്കെ എന്തുണ്ട്, മനുഷ്യൻ്റെ ശരീരത്തിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ഉണ്ട്, മറ്റു ജീവജാലങ്ങളിലും. അപ്പോൾ ഇതിൽ പടച്ച റബ്ബ് ഈ സൃഷ്ടികളെ രൂപപ്പെടുത്തി അല്ലെങ്കിൽ സൃഷ്ടികൾ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാകാം. അതേപോലെ തന്നെ മലക്കുകളെ നൂറിൽ നിന്ന്, പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ചു. ജിന്നുകളെ തീയിൽ നിന്ന് സൃഷ്ടിച്ചു. ഓരോരുത്തരുടെയും ഘടനകളിൽ വ്യത്യാസം വരുത്തി. അതിൽ തന്നെ ഈ തീയിൽ നിന്നുണ്ടാകുന്ന, ശരിക്കും അതിൻ്റെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഈ എനർജി എന്ന് പറയുന്നത്, എനർജിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, എനർജി കാണാൻ കഴിയില്ല. ഇലക്ട്രിസിറ്റിയൊക്കെ പോലെ കാണാൻ കഴിയില്ല, പക്ഷെ അത് ഉണ്ടാവും. അതേപോലെയാണ് എന്ത് ഈ പിന്നെ ജിന്നുവർഗം എന്ന് പറയുന്നത്. അതായത് നമുക്ക് അതുണ്ടോ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ നമുക്ക് അതുപോലുള്ള സമാനമായ പലതും ഇവിടെ ഉണ്ട്. അപ്പം തീയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയാത്ത പല ഊർജങ്ങളും അല്ലാതെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ജിന്നുവർഗം അല്ലാതെ തന്നെ തീയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കാത്ത അസംഖ്യം ഊർജങ്ങൾ, പല രൂപത്തിലുള്ള ഊർജങ്ങൾ എന്തിൽ നിന്നുണ്ടാവുന്നുണ്ട്, തീയിൽ നിന്നുണ്ടാവുന്നുണ്ട് പല ഊർജങ്ങളും. അപ്പം ഇതിൽ നിന്ന് മിൻ മാരിജിൻ മിന്നാർ, ഈ തീയിൽ നിന്നുള്ള അതിൻ്റെ ഏറ്റവും ഇത് കളഞ്ഞ, അതായത് ഏറ്റവും സംശുദ്ധമായ തീയിൽ നിന്ന് പടച്ച റബ്ബ് എന്തിനെ സൃഷ്ടിച്ചു, ജിന്നുകളെ, ജിന്നുവർഗത്തെ സൃഷ്ടിച്ചു. ഉണ്ട്, മനുഷ്യരെ പോലെ മുക്കല്ലഫീങ്ങളാണ്, ബുദ്ധിയുണ്ട്, വിശ്വസിക്കണം, നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിക്കപ്പെട്ട നിയമങ്ങൾ അവർക്കും ബാധകമാണ്. അതെ, വിശുദ്ധ ഖുർആൻ അംഗീകരിക്കണം, അവർക്കും ഉള്ളതാണ്. അതാണ് പിന്നെ അന്നഹുസ്തമഅ നഫറു മിനൽ ജിന്നി എന്നുള്ള സൂറത്തുൽ ജിന്നിലെ വചനങ്ങൾ. ഏതായാലും ഇവിടെ ഹുവല്ലദീ ഖലഖക്കും, അവനാകുന്നു നിങ്ങളെ സൃഷ്ടിച്ചത്, മിൻ തുറാബിൻ, മണ്ണിൽ നിന്ന്, സുമ്മ മിൻ നുത്ഫത്തിൻ, പിന്നീട് നുത്ഫയിൽ നിന്ന്. നുത്ഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും ചേർന്നിട്ടുള്ള അവസ്ഥക്കാണ് എന്തു പറയുക, നുത്ഫ. അതായത് ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ച മണ്ണിൽ നിന്നും പിന്നീട് അവനുണ്ടാകുന്നത് നുത്ഫയിൽ നിന്നുമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നുത്ഫ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടേതും വേണം പുരുഷൻ്റേതും വേണം. അതാണ് അതിൻ്റെ അടുത്തൊരു പഠിക്കേണ്ട അത്ഭുതം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ കേവലം ശുക്ലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഓരോ ബീജത്തിലും ഒരു മനുഷ്യൻ്റെ രൂപം അടങ്ങിയിട്ടുണ്ട്, ആ മനുഷ്യനാണ് പിന്നീട് വലുതാകുന്നത് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ഉൾക്കൊണ്ടിരുന്ന ആളുകൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്ത് പറയുന്നത്, നുത്ഫയിൽ നിന്നാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, സൈഗോട്ട്, സിക്താണ്ഡം അല്ലെങ്കിൽ പിന്നെ സൈഗോട്ട് നോക്കുക, അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യം മണ്ണിൽ നിന്നും പിന്നീട് നുത്ഫയിൽ നിന്നും മനുഷ്യൻ ആയി രൂപപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞു. അതാണ് സുമ്മ എന്ന് പറഞ്ഞ പിന്നെ പ്രയോഗം പോലും. അതായത് ആദ്യം മണ്ണിൽ നിന്നും സുമ്മ നുത്ഫയിൽ. ഇത് ഓരോ സ്റ്റേജാണ്. ഈ നുത്ഫ എന്നുള്ള സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് വരുന്നത്, അലക്ക എന്നുള്ള സ്റ്റേജ് വരുന്നത്. സുമ്മ മിൻ അലക്കത്തിൻ, അലക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളിപ്പിടിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മൾ മുഅല്ലഖ് എന്നൊക്കെ അറബി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ തൂക്കിയിടുന്നത് എന്നൊക്കെ ഉള്ള അർത്ഥമാണ്.
അലഖത്തിൻ സുമ്മ യുഖ്രിജുക്കും തുഫ്ല, ശേഷം നിങ്ങളെ തുഫ്ല, അതിനുശേഷം മുദ്ഗ എന്നുള്ള സ്റ്റേജ് പറയുന്നുണ്ട്, അതിന് ശേഷം അസ്ഥി ഉണ്ടാകുന്നത് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇതെന്ന് വെച്ചാൽ ഖുർആനിൽ ഈ 3 സ്റ്റേജ്, അതായത് ആദ്യം നുത്ഫയായി രൂപപ്പെടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മനുഷ്യൻ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം അസ്ഥിയാണോ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആദ്യം ഇറച്ചിയാണോ ഉണ്ടാവുന്നത്, ആദ്യം എന്തുണ്ട്? അപ്പം ഇതിൻ്റെ രൂപങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് നുത്ഫ, അത് കഴിഞ്ഞിട്ട് അലക്ക പോലെയാകും. ഈ നമ്മൾ വിചാരിക്കും ഇതിന്ന് അന്നത്തെ കാലത്ത് ഇത് പിന്നെ ഗർഭാശയം നോക്കിയിട്ട് അല്ലെങ്കിൽ ഗർഭാശയത്തിൻ്റെ ഉള്ളിലുള്ളത് നോക്കിയിട്ട് ഇതൊന്നും കണ്ടുപിടിക്കാനില്ല. ഇതൊക്കെ വളരെ ചെറിയ ഇതാണ്. ഏകദേശം 4-5 മാസം വന്ന കുട്ടികൾ തന്നെ ഒരു കൈവെള്ളയിൽ വെക്കാനേ ഉണ്ടാവുള്ളൂ, കൈയിൻ്റെ ഉള്ളിൽ. അത്രയും എന്തായിരിക്കും, ചെറുതായിരിക്കും. അപ്പോൾ ഈ സൂക്ഷ്മമായി ഇതിനെക്കുറിച്ച് പ്രയോഗിച്ച പ്രയോഗങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ദി എംബ്രിയോളജി ഇൻ ഖുറാൻ. പിന്നെ ഈ പ്രൊഫസർ കീത്ത് മൂർ എന്ന് പറയുന്ന ആൾ എഴുതിയ, അയാളൊരു മെഡിക്കൽ സയൻസിലുള്ള ബിരുദമുള്ള ആളാണ്. അയാൾ പിന്നെ എംബ്രിയോളജി ഇൻ ഖുറാൻ, ഖുറാനിൽ പറഞ്ഞ ഭ്രൂണശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥം തന്നെ പിന്നീട് എഴുതി. കാരണം വെച്ചാൽ ഈ നുത്ഫ എന്ന് പറഞ്ഞ സ്റ്റേജ്, പിന്നെ കഴിഞ്ഞിട്ട് അലക്ക എന്ന് പറഞ്ഞ പോലെ ഇത് ഈ നുത്ഫ ഗർഭാശയത്തിൽ അള്ളിപ്പിടിക്കണം. അള്ളിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അതെന്താവും, ഗർഭം ധരിക്കൂല. അപ്പോൾ ഈ അള്ളിപ്പിടിച്ച് അത് അലക്കയായി മാറി അതിന് ശേഷമാണ് ഒരു മാംസപിണ്ഡമായി മാറുന്നത്. പിന്നെ അത് അസ്ഥിയാവുകയാണ്. പിന്നെ ആ അസ്ഥിയെ എന്ത് ആവരണം ചെയ്യുന്നു, ലഹ്മ് ആവരണം ചെയ്യുന്നു. അതാണ്. അപ്പോൾ ഇവിടെ സുമ്മ മിൻ അലഖത്തി സുമ്മ യുഖ്രിജുക്കും തുഫ്ല, എന്നിട്ട് നിങ്ങളെ ഒരു കുട്ടിയായി നിങ്ങൾ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, വരികയും ചെയ്യുന്നു. സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും, ആ കുട്ടിയായിട്ട് പുറത്തേക്ക് വരും, നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ബലവും ശക്തിയൊന്നും ഉണ്ടാവില്ല, വളരെ സോഫ്റ്റ് ആയിരിക്കും. അസ്ഥിയാവട്ടെ, ഇതാവട്ടെ, ശരീരത്തിലെ മസിൽസ് ആവട്ടെ ഒക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ കുട്ടി പ്രായം വെക്കും തോറും ഇതൊക്കെ എന്ത് ചെയ്യും, അസ്ഥി ബലപ്പെടും, മസിൽസ് ബലപ്പെടും. അതാണ് സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ശക്തി പ്രാപിക്കുന്നു, ആണ് യുവത്വം. സുമ്മ ലിതകൂനു ശുയൂഖ, പിന്നെ നിങ്ങൾ വൃദ്ധന്മാരായി മാറുന്നു. ഇതൊരു മനുഷ്യൻ്റെ ശേഷം പിന്നെ അവൻ എന്താവുന്നു, വൃദ്ധനായി മാറുന്നു. ഇതിനി പുറത്ത് കാണുന്നതൊക്കെ ആർക്കും പറയാൻ പറ്റും, കാരണം കുട്ടിയാവുന്നു, പ്രായം ചെല്ലുന്നു, അല്ലെങ്കിൽ യുവാവുന്നു. പക്ഷേ ഗർഭാശയത്തിലുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് ഇത്ര വിശദമായി സ്പഷ്ടമായി എങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുള്ള ഒരു ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദി എംബ്രിയോളജി ഇൻ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം. സുമ്മ ലിതകൂനു ശുയൂഖ വമിൻകും മൻ യുതവഫ മിൻ ഖബ്ലു, എന്നാൽ നിങ്ങളിൽ ചിലർ, അതായത് യുഖ്രിജുക്കും തിഫ്ല എന്ന് പറഞ്ഞില്ലേ, കുട്ടിയായി നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു, അതിനു മുൻപ് തന്നെ മരണപ്പെടുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ എന്ത്, വമിൻകും, എന്നാൽ നിങ്ങളിൽ ചിലർ, മൻ യുതവഫ, മരിപ്പിക്കപ്പെടുന്നു. യതവഫ പറഞ്ഞാൽ മരിക്കുന്നു, യുതവഫ പറഞ്ഞാൽ എന്താ, ഒരു ഫത്ഹ ഉള്ളത് വമ്മായി മാറിയാൽ മതി. യതവഫ എന്ന് പറഞ്ഞാൽ മരിക്കുന്നു, യുതവഫ എന്ന് പറഞ്ഞാൽ മരിപ്പിക്കപ്പെടുന്നു. അതാണ് വമിൻകും മൻ യുതവഫ മിൻ ഖബ്ലു, അതിനു മുൻപായി. ഏതിനു മുൻപായി, കുട്ടിയായി പുറത്തേക്ക് വരുന്നതിന് മുൻപായി ഗർഭാശയത്തിൽ വെച്ച് തന്നെ ചിലർ എന്ത് ചെയ്യുന്നു, മരണപ്പെട്ടു പോകുന്നു. വലിതബ്ലുഗു അജലം മുസമ്മ, എന്നിട്ട് നിങ്ങൾക്ക് നിർണയിച്ച അജല് വരെ, ആയുസ് വരെ നിങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ മുമ്പ് മരണപ്പെട്ടവരാണെങ്കിലും പിന്നീട് ജീവിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ജനിച്ചവരാണെങ്കിലും ഒക്കെ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ആയുസ്സുണ്ട്. ആ ആയുസ് വരെ അവരെന്ത് ചെയ്യും, പോകും. വലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരായി തീരാനും വേണ്ടി. ഇതൊക്കെ പടച്ചോൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പഠിച്ചത്, എല്ലാം വേദഗ്രന്ഥത്തിലൂടെ ലഭിക്കുന്ന തെളിവല്ല, തെളിവുകൾ വ്യത്യസ്ത വിധമുണ്ട്. അതിലാണ് അഖലിയായ തെളിവ്. അഖലിയായ തെളിവ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തെളിവ്. അത് അവന് പ്രപഞ്ചത്തിൽ, അതാണ് വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ തെളിവ് എന്താ, അഖലിയായ തെളിവാണ്. ഇനി ഇവിടെ നമുക്ക് കാണാൻ വലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. ഹുവല്ലദീ യുഹ്യീ, അവനാകുന്നു ജീവിപ്പിക്കുന്നവൻ. ഇന്ന് ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഞാനാണ് ജീവിപ്പിക്കുന്നവൻ എന്ന് അവകാശപ്പെടാനോ അതായത് സത്യസന്ധമായി അവകാശപ്പെടാൻ സാധിച്ചവരായിട്ട് ആരെങ്കിലും ഉണ്ടോ?
ആണ് യുഹ്യി ജീവിപ്പിക്കുന്നവൻ, വയുമീതു മരിപ്പിക്കുന്നവനും. എപ്പോഴാണോ പടച്ചോൻ ഒരാൾക്ക് നിശ്ചയിച്ചത് അപ്പോഴാവും മരിക്കുക. ആളുകൾ ഇന്നോ നാളെയോ മരിക്കുന്നു വിചാരിച്ചിട്ട് എണ്ണി നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വർഷങ്ങളോളം ജീവിക്കും. ഒരു കുഴപ്പമില്ലാതെ വളരെ ആരോഗ്യത്തോടു കൂടി ജീവിച്ച് നല്ല എന്താ പറയുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ശരീരമുള്ള ആൾക്കാർ ചിലപ്പം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വിട പറഞ്ഞു പോകും. ആരാ നിശ്ചയിച്ച്? ആരാണ് അവരുടെ സമയം കണക്കാക്കിയത്? അപ്പം ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, കാലങ്ങളോളം വർഷങ്ങളോളം ജീവിക്കും. പല അസുഖമുള്ള ആളായിരിക്കും, പക്ഷേ അയാൾ എത്രയോ 80 90 വയസ്സ് വരെ ചിലപ്പോൾ വേണമെങ്കിൽ ജീവിക്കും. പക്ഷെ ഒരു അസുഖമില്ലാത്തവനോ അവനെന്ത് ചെയ്യും, നേരത്തെ ചിലപ്പം മരിച്ചു. ഇതൊക്കെ പടച്ചവൻ കണക്കാക്കിയതാണ് എന്നർത്ഥം. ഹുവല്ലദീ യുഹ്യീ വയുമീത്, നിങ്ങളെ ജീവിപ്പിച്ചവനും അവനാണ്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവനാകുന്നു. ഫൈദാ ഖദാ അംറൻ, ആ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഒരു കാര്യം തീരുമാനിച്ചാൽ, ഇദാ ഖദാ അംറൻ ഒരു കാര്യം അവൻ തീരുമാനിച്ചാൽ, ഫഇന്നമാ യഖൂലു ലഹു അതിനോടവൻ ആകട്ടെ എന്ന് പറഞ്ഞാൽ, കുൻ കുൻ എന്നറൽ ആകൂ എന്നവൻ പറഞ്ഞാൽ, ഫയക്കൂൻ അതായിത്തീരും. സുബ്ഹാനല്ലാഹ്. അതായത് ആരെയാണ് ഒരു മനുഷ്യൻ ആരാധിക്കേണ്ടത് എന്നുള്ളത് അവന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്നെ സൃഷ്ടിച്ചവൻ, ആ സൃഷ്ടിച്ചവൻ അവനാണ് നമുക്ക് രൂപം നൽകിയത്, ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നവൻ, മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ചവൻ അവനാകുന്നു നിങ്ങൾക്ക് ജീവൻ നൽകിയത്, മരണം നിശ്ചയിച്ചത്, അതിനുള്ള സമയം നിശ്ചയിച്ചത്. ഫഇദാ ഖദാ അംറൻ അവനൊരു കാര്യം തീരുമാനിച്ചാൽ, ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയക്കൂൻ ആകൂ എന്ന് അതിനോട് പറയേണ്ട ആവശ്യമേ ഉള്ളൂ, അപ്പോൾ അതായിത്തീരും. അപ്പോൾ ഇവിടെ എന്താ അറിയോ, അങ്ങനെയാണെങ്കിൽ ഫിറഔൻ എന്ത് ചെയ്തറിയോ, ഈ പടച്ചോനാണ് ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പര് ഒരാളെ വിളിച്ചിട്ട് ഈ വെറുതെ പോയിക്ക് പറഞ്ഞു, വേറെ ഒരാളെ വിളിച്ചിട്ട് അങ്ങോട്ട് വധിച്ചു കളഞ്ഞു. ഞാനും ഒരാളെ ജീവിപ്പിച്ച് ഒരാളെ മരിപ്പിച്ച്. അതാണോ ആപേക്ഷികമായുള്ള ജീവൻ മരണം എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരാളെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് വിചാരിക്കുക. ആ ഒരു പക്ഷെ മറ്റേ ആൾ കൊല്ലപ്പെടുന്നതിന് മുന്നമാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യാം, മരിച്ചു ആവും. പടച്ച റബ്ബ് അയാൾക്ക് അവിടെ മരണം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അയാൾ എന്ത് ചെയ്യുള്ളൂ, അവിടെ മരിക്കുള്ളൂ എന്നർത്ഥം. അതാണ് ഒരു മനുഷ്യർക്കും ഒരാളുടെ അവസാനം അന്ത്യസമയം എപ്പോഴാണെന്ന് പറയാൻ പറ്റാത്ത വിധം അത് നിർണയിച്ചു വെച്ചിട്ടുള്ള സൃഷ്ടാവാരോ അവൻ ആരാധിക്കുക. അതാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാതെ ആപേക്ഷികമായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരാൾ മരണാസന്നനായ അവസ്ഥയിലാണ്, അയാളെ തിരിച്ച് എന്തെങ്കിലും അവർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ മരിക്കാൻ പോയ ആളെ നമ്മൾ ജീവിപ്പിച്ചു എന്ന് പറയില്ല. അയാൾക്ക് മരിക്കാനുള്ള സമയം സൃഷ്ടാവ് അപ്പോൾ എന്ത് ചെയ്തിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളൊരു രോഗിയുടെ അടുത്ത് ചെന്നാൽ എന്ത് ചെയ്യണം, അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയ, അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയ, അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയ എന്നിങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. പടച്ച റബ്ബ് അയാൾക്ക് ആയുസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹു അയാൾക്ക് ശമനം നൽകും. ഒരാളെടുത്ത് എന്നിട്ട്, പക്ഷെ അപ്പോഴും അള്ളാഹു റസൂൽ പറഞ്ഞു എന്ത്, പടച്ച റബ്ബ് അയാൾക്ക് ആയുസ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ആയുസ് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് ലഭിക്കൂല, അയാൾക്ക് ഉണ്ടാവില്ല, അയാൾക്ക് നിശ്ചയിക്കപ്പെട്ട ആയുസ് അയാൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഒന്ന് ഓതി നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.